بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? بسم الله الرحمن الرحيم. الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഭവനത്തിലുള്ള നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ് ഫലസ്തീൻ. ലോകത്തിൻ്റെ ഭൂപടമെടുത്താൽ, ഭൂമിയുടെ ഭൂപടമെടുത്താൽ വളരെ ഒരു ചെറിയ സ്ഥലമായ ഈ പ്രദേശം ഇന്ന് ലോകത്തെ വാർത്തകളിൽ മുന്നിലാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഫലസ്തീനുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഇസ്ലാമിൻ്റെ ബന്ധം എന്ന് വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലും ഈ പ്രദേശത്തെ സംബന്ധിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നാമെങ്കിലും അറിഞ്ഞിരിക്കണം. ഇത് വെറുതെ ഒരു പ്രദേശത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, മറിച്ച് ആ പ്രദേശവുമായിട്ട് മുസ്ലിങ്ങൾക്കുള്ള ആത്മബന്ധം സൂറത്തുൽ ഇസ്രായിലെ ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുബ്ഹാൻ,
പരിശുദ്ധനാണ് റബ്ബ്. അല്ലദീ അസ്റാ ബി അബ്ദിഹി, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ പടച്ചവൻ നിശായാത്ര നടത്തി, ബി അബ്ദിഹി, ആ അള്ളാഹുവിൻ്റെ ദാസനെയും കൊണ്ട്, ലൈലൻ, ഒരു രാത്രിയിൽ, മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ട് തൻ്റെ അടിമയെ നിശായാത്ര നടത്തിയ റബ്ബ് അവൻ പരിശുദ്ധനാണ്. ആ പ്രദേശം എന്ന് പറഞ്ഞാൽ അല്ലദീ ബാറക്നാ ഹൗലഹു, ആ പ്രദേശത്തിൻ്റെ ചുറ്റും അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. ആ പ്രദേശം എന്ന് പറയുന്നത് പുണ്യസ്ഥലമാണ്. ആ പ്രദേശത്തിന് ചുറ്റും മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. ലിനുരിയഹു, എന്തിനാണ് ആ ദാസനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു കൊണ്ടുപോയത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിനാണ് അല്ലാഹു കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിന, അല്ലാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ ആ പ്രവാചകനെ കാണിച്ചു കൊടുക്കാൻ. ഇന്നഹു, ആ റബ്ബ്, ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും ഹുവ, ആ റബ്ബ്, അസ്സമീഉ, അവൻ കേൾക്കുന്നവനാണ്, വൽ ബസീർ, അവൻ കാണുന്നവനാണ്. സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു അല്ലദീ ബാറക്നാ ഹൗലഹു, ആ പ്രദേശവും ആ മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന സ്ഥലവും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അനുഗ്രഹമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ മാഇദയിലെ 21-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസ അല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലുമായിട്ട് ഫിറഔന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കടലും കടന്ന് പുറത്തെത്തി. ഫിറോവയും കൂട്ടരും ആ കടലിൽ മുങ്ങിച്ചെത്തു. മൂസാ നബി ആ കടലിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഒരു വഴി അള്ളാഹു ഒരുക്കി കൊടുത്തു. ആ വഴിയിലൂടെ മൂസാ നബി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ഇനി പോകാനുള്ളത് അള്ളാഹു പറഞ്ഞത് ഫലസ്തീനിലേക്കാണ്. ബനു ഇസ്രായേൽ സമൂഹവുമായിട്ട് മൂസാ നബി പറഞ്ഞു യാ ഖൗം, ആ സമൂഹത്തോട് മൂസാ നബി പറഞ്ഞു സമൂഹമേ ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസ, പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുക. അർളുൽ മുഖദ്ദസ, ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസ, പരിശുദ്ധമാക്കപ്പെട്ട ഈ ഭൂമിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഭൂമിയിലേക്കാണ് പോകുന്നത്. അല്ലതി കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് നിർണയിച്ച ഭൂമിയാണത്. അതുകൊണ്ട് ബനു ഇസ്രായേൽ സമൂഹമേ നിങ്ങൾ എൻ്റെ പിന്നാലെ വരണം. ആ ഭൂമിയിലുള്ള അവിടെയുള്ള അപരിഷ്കൃതരായ സമൂഹത്തെ പരാജയപ്പെടുത്തി അവരോട് യുദ്ധം ചെയ്ത് ആ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലത്തേക്ക് നാം പോകണം എന്ന് ബനു ഇസ്രായേൽ സമൂഹത്തോട് മൂസാ നബി പറഞ്ഞു. അവിടെയും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്ക് അൽ അർളുൽ മുഖദ്ദസ, പരിശുദ്ധമാക്കപ്പെട്ട ഭൂമി. സൂറത്തുൽ ഇസ്രായിലെ അള്ളാഹു പറഞ്ഞ വാക്ക് അല്ലദീ ബാറക്നാ ഹൗലഹു, അനുഗ്രഹീതമാക്കപ്പെട്ട അതിനു ചുറ്റും അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ മാഇദയിലും 21-ാമത്തെ ആയത്തിലും പരിശുദ്ധമാക്കപ്പെട്ട ഭൂമി എന്ന വിശുദ്ധ ഖുർആന്റെ പ്രയോഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസിൽ പറഞ്ഞു ലാ തശുദ്ദു റിഹാല ഇല്ലാ സലാസതി മസാജിദിൻ, 3 പള്ളികളിലേക്കല്ലാതെ മുസ്ലിങ്ങളെ 3 പള്ളികളിലേക്കല്ലാതെ അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യരുത്. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ പല പള്ളികളിലേക്കും പോകുന്നു. അജ്മീരിലേക്ക് പോകുന്നു, നാഗൂരിലേക്ക് പോകുന്നു, മമ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പല പള്ളികളിലേക്കും മുസ്ലിങ്ങൾ പോകുന്നു പുണ്യമാഗ്രഹിച്ചുകൊണ്ട്. റസൂലുള്ള പറഞ്ഞില്ല. മക്കയിലും മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ പല പള്ളികളും ഉണ്ടായിരുന്നു. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പല പള്ളികളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്കൊന്നും യാത്ര പോകാൻ മുസ്ലിങ്ങളോട് പറഞ്ഞില്ല. ഉഹദ് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഹംസ റളിയല്ലാഹു അൻഹു കടക്കുന്ന ഭൂമിയുണ്ട് ഉഹദിൽ. അതേപോലെ തന്നെ 70ഓളം ശുഹദാക്കളുണ്ട് ഉഹദിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് സഹാബത്തെ നിങ്ങൾ പുണ്യം ആഗ്രഹിച്ചു പോണമെന്ന് നബി പറഞ്ഞില്ല. നബി പോയില്ല. അങ്ങ് ബദറിൽ റസൂലുള്ളാഹിന്റെ കൂടെ വന്ന നിരവധി സഹാബാക്കൾ ഷഹീദായി. ആ ശുഹദാക്കളെ കാണാൻ റസൂലുള്ളാഹിന്റെ അടുത്തുള്ള ബദറിലേക്ക് സഹാബാക്കളെ നിങ്ങൾ പോണം
ഹിജറ 2 കഴിഞ്ഞ ആ ബദർ യുദ്ധത്തിന് ശേഷം നിരവധി വർഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ആ ബദറിൽ ശുഹദാക്കൾ കഴിയുന്ന, ബദരീങ്ങൾ കഴിയുന്ന ഭൂമിയിലേക്ക് സഹാബത്തെ നിങ്ങൾ പുണ്യമാഗ്രഹിച്ചു കൊണ്ടുപോകണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തന്റെ സഹാബത്തിനോട് പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങളെ കേരളത്തിൽ നിന്ന് നമ്മൾ അജ്മീറിലേക്ക് പുണ്യമാഗ്രഹിച്ചു പോവുക? പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ നാം മമ്പുറത്തേക്ക് പുണ്യമാഗ്രഹിച്ചു പോവുക? പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഏർവാടിയിലേക്കും പുത്തമ്പള്ളിയിലേക്കും പുണ്യമാഗ്രഹിച്ചു പോവുക? പിന്നെ എങ്ങനെയാണ് സഹോദരിമാരെ ഭീമാ പള്ളിയിലേക്കും അതേപോലെയുള്ള നിരവധി സ്ഥലങ്ങളിലേക്കും പുണ്യമാഗ്രഹിച്ചു പോവുക? അങ്ങനെ ഒരു പുണ്യമുണ്ടായിരുന്നുവെങ്കിൽ ഉഹദിൽ കിടക്കുന്നവരുടെ അടുത്തേക്ക് നബി പോകില്ലേ? അങ്ങനെ ഒരു പുണ്യമുണ്ടായിരുന്നുവെങ്കിൽ ബദറിലേക്ക് നബി പുണ്യമാഗ്രഹിച്ചു പോകില്ലേ? ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ലാ തശുദ്ദു റിഹാൽ, നിങ്ങൾ യാത്രകൾ സംഘടിപ്പിക്കരുത്, ഇല്ലാ ഇലാ സലാസത്തി മസാജിദിൻ, 3 പള്ളികളിലേക്കല്ലാതെ. മുസ്ലിം പുണ്യമാഗ്രഹിച്ച് പോകേണ്ടത് 3 പള്ളികളിലേക്കാണ്. ഒന്ന് മസ്ജിദുൽ ഹറാം, മക്കയിലുള്ള മസ്ജിദുൽ ഹറാം. മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലുള്ള പള്ളി. മൂന്നാമത്തേത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോ നബി മദീനയിലെ പള്ളിയിൽ വെച്ചാണ് ഈ ഹദീസ് പറഞ്ഞത്. നബി പറഞ്ഞു, മസ്ജിദി ഹാദാ, എന്റെ ഈ പള്ളിയും. അതല്ലാത്തൊരു പള്ളിയിൽ പുണ്യമില്ല, അതല്ലാത്തൊരു പള്ളിയിലും പുണ്യമില്ല. പള്ളിയുടെ മസ്ജിദിന്റെ പുണ്യമുണ്ട് ഓരോ പള്ളിക്കും. പക്ഷേ പുണ്യമാഗ്രഹിച്ച് എന്തെങ്കിലും ആഗ്രഹിച്ച് നിങ്ങൾ യാത്ര പോകേണ്ടത് ഈ 3 പള്ളിയിലേക്ക് മാത്രമാണ്. ബാക്കിയുള്ള പള്ളിയിലേക്കൊക്കെ പള്ളിയിലിരിക്കുന്നതിന്റെ പുണ്യം, നമസ്കാരത്തിന് കാത്തിരിക്കുന്നതിന്റെ പുണ്യം, പള്ളിയിൽ വരുന്നതിന്റെ പുണ്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷേ പുണ്യമാഗ്രഹിച്ച് നാം യാത്ര പോകേണ്ടത് ഈ 3 പള്ളിയിലേക്ക് മാത്രമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെയും നബി പറഞ്ഞു, പുണ്യമാഗ്രഹിച്ചു പോകേണ്ട ഒരു പള്ളിയാണ് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ. അതുകൊണ്ട് തന്നെ ആ ഹദീസിലൂടെയും കൃത്യമായിട്ട് നമുക്ക് സ്ഥിരപ്പെടുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നബിയുടെ മുന്നിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. മക്കയിലെ മസ്ജിദുൽ ഹറാം, കഅബ, അതിനു ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാം, കഅബ സ്ഥിതി ചെയ്യുന്നത് നബിയുടെ മുന്നിലാണ്. പക്ഷേ മക്കയിലുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചപ്പോ ഒരിക്കലും കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചില്ല, മറിച്ച് മസ്ജിദുൽ അഖ്സയിലേക്കാണ്, ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചത്. കാരണം മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബലയായിരുന്നു. അത്രയും അനുഗ്രഹിക്കപ്പെട്ട പള്ളിയാണത്. മദീനയിൽ ചെന്നതിന് ശേഷമാണ് ആയത്തിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള കഅബയെ ഖിബലയായി സ്വീകരിക്കുന്നതും ഒരു കാലഘട്ടം മുഴുക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ഖിബലയായി സ്വീകരിച്ചത് ഈ പള്ളിയാണ്, മസ്ജിദുൽ അഖ്സ. അതിന്റെ പുണ്യം വർദ്ധിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകളിലൂടെ, അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവൃത്തിയിലൂടെ ഈ പ്രദേശത്തിന്റെ പുണ്യം മുസ്ലിങ്ങൾ മനസ്സിലാക്കുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം ജനിച്ചത് ഇറാഖിലാണ്. ആ പ്രവാചകൻ ഇറാഖിൽ നിന്ന് പലായനം ചെയ്തത് ഫലസ്തീനിലേക്കാണ്. ആ ഫലസ്തീനിലാണ് ആ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ പ്രവാചകന്റെ മക്കളായ ഇസ്മായിലും ഇസ്ഹാക്കും വളർന്നത്. പിന്നെ ഇസ്മായിൽ മക്കയിലേക്ക് പോയി, അവിടെയാണ് വളർന്നത്. ഇസ്ഹാക്ക് വളർന്നത്, ഇസ്ഹാക്കിന്റെ മകനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹവും വളർന്നത് ഈ പ്രദേശത്താണ്, ഫലസ്തീനിലാണ്. പ്രവാചകന്മാരുമായിട്ട് ബന്ധമുള്ള മണ്ണ്, പ്രവാചകന്മാരുമായിട്ട് ബന്ധമുള്ള മണ്ണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉയർത്തിപ്പിടിക്കേണ്ട മണ്ണാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ലോകത്തേക്ക് വന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഈ മണ്ണിലേക്കാണ് വന്നത്. ഇബ്രാഹീമിന്റെ മക്കളായ പ്രവാചകന്മാരായ ഇസ്ഹാക്കും ഇസ്മായിലും കണ്ട മണ്ണാണത്. ഇസ്ഹാക്ക് വളർന്ന മണ്ണാണത്. ഇസ്ഹാക്കിന്റെ മകനായ യാക്കൂബ് ഫലസ്തീനിലായിരുന്നു. അവിടുന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു മകനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹോദരന്മാർ കിണറ്റിലിടുകയും
ആ കിണറ്റിൽ നിന്ന് യൂസഫിനെ യാത്രാസംഘം കണ്ടുപിടിക്കുകയും കണ്ടെത്തുകയും അങ്ങനെ ഈജിപ്തിലേക്ക് യൂസഫിനെ കൊണ്ടുപോവുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം യൂസുഫ് നബി നമുക്കറിയുന്ന ചരിത്രമാണ്. യൂസുഫ് നബി ആ ഈജിപ്തിലെ ഭക്ഷ്യകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി. അങ്ങനെയാണ് യാക്കൂബ് നബി കാലങ്ങൾക്ക് ശേഷം ഫലസ്തീനിൽ നിന്ന് യൂസഫിന്റെ അടുത്തേക്ക്, മകനായ യൂസഫിന്റെ അടുത്തേക്ക് പോകുന്ന ചരിത്രം നമുക്കറിയുന്നതാണ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഭരണാധികാരിയായ മണ്ണ്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭരണാധിപത്യം ഏറ്റെടുത്ത മണ്ണാണ് ഫലസ്തീൻ. ഇങ്ങനെ അള്ളാഹുവിന്റെ നിരവധി പ്രവാചകന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനവുമായിട്ട് വന്ന നിരവധി പ്രവാചകന്മാർ അധികാരമേൽക്കുകയും മരിക്കുകയും ജനിക്കുകയും ചെയ്ത മണ്ണാണത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മൾ നേരത്തെ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ബനൂ ഇസ്രായേൽക്കാരെയും കൊണ്ട് പോകുന്ന അർളുൽ മുഖദ്ദസ, പരിശുദ്ധമാക്കപ്പെട്ട മണ്ണാണത്. മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച മണ്ണാണത്. മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച മണ്ണാണത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ ബന്ധം, ഈ പ്രദേശവുമായിട്ട് മുസ്ലിങ്ങൾക്കുള്ള ആത്മബന്ധം, മുസ്ലിങ്ങളുടെ ഇസ്ലാമിന്റെ പ്രവാചകന്മാർക്കുമായിട്ടുള്ള ബന്ധം, അത് ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രവും. അതുകൊണ്ട് തന്നെ ഈ മണ്ണുമായിട്ട്, ഈ പ്രദേശവുമായിട്ട് മുസ്ലിങ്ങൾക്ക് ആത്മബന്ധമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച മണ്ണ്, ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കുന്ന മതങ്ങളാണ് ക്രൈസ്തവ മതവും അതേപോലെ തന്നെ ഇസ്ലാം മതവും. ഒരു പ്രവാചകനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞ് ഇസ്ലാം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കുമ്പോ ക്രിസ്ത്യാനികള് അതിൽ വളച്ചൊടിച്ച് ഈസ ആരാധ്യനാണ്, ആരാധിക്കപ്പെടേണ്ടവനാണ് എന്ന് പറയുന്നു. മറിച്ച് ജൂതന്മാർ, ഇന്ന് ഫലസ്തീനിന്റെ അവകാശം ഉന്നയിക്കുന്ന ജൂതന്മാർ, അവർക്ക് പിന്തുണ കൊടുക്കുന്ന ക്രിസ്ത്യാനികൾ, അവർക്ക് ബില്യൺ കണക്കിന് ഡോളറുമായിട്ട് ജർമ്മനിയും അമേരിക്കയും അതേപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണ കൊടുക്കുമ്പോ അവര് ബഹുമാനിക്കുന്ന, അവരെ ആദരിക്കുന്ന ഈസാ നബിയെ കുറിച്ചുള്ള ജൂതന്റെ സങ്കല്പം എന്താ? ഒരു പള്ളിയിൽ വെച്ച് ഒരു മുസ്ലിമിന് പറയാൻ പറ്റാത്ത വാക്കാണ് ജൂതന്മാർ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്. 33 കൊല്ലമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദുനിയാവിൽ ജീവിച്ചത്. ആ 33 കൊല്ലമായപ്പോഴേക്കും അള്ളാഹുവിന്റെ തൗഹീദുമായിട്ട് വന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു ജൂതന്മാർ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് നിന്ദ്യതയാണ് എല്ലാ കാലത്തും ജൂതന്മാർ ചെയ്തത്. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജൂതന്മാരെ പേടിച്ച് മരത്തിന്റെ പൊത്തിൽ പോയിരുന്നപ്പോ ആ പ്രവാചകനെയും മരത്തെയും ഈർന്നു കളഞ്ഞു ജൂതന്മാർ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു കുഴിയിൽ കുഴിച്ചു നിർത്തി തല മുതൽ കാല് വരെ ഈർന്നു കളഞ്ഞു ജൂതന്മാർ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നന്ദികേട് ചെയ്ത ജൂതന്മാർ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു ജൂതന്മാർ. എന്തിനാ? അള്ളാഹുവിന്റെ കലാമ് പറഞ്ഞതിന്. ഈസയിൽ വിശ്വസിച്ചവരെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ ഉയർത്തിക്കളഞ്ഞു. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഈസയെ അവർ കൊന്നിട്ടില്ല, ഈസയെ അവർ കുരിശിൽ തറച്ചിട്ടില്ല. മറിച്ച് ആ രൂപത്തിൽ സാദൃശ്യമുള്ള മറ്റൊരാളെയാണ് അവർ കുരിശിൽ തറച്ചത്. ഈസാ നബി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അള്ളാഹു ഉയർത്തിക്കളഞ്ഞു. യൗമുൽ ഖിയാമന്റെ അവസാനത്തെ അടയാളം നടക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബി ലോകത്തേക്ക് തിരിച്ചു വരും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ആ ഈസാ നബി ജനിച്ച മണ്ണാണ് ഫലസ്തീൻ. ആ ഈസ അങ്ങനെ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരോടും നന്ദികേടാണ്. ആ മണ്ണിൽ വന്ന എല്ലാ പ്രവാചകന്മാരോടും നന്ദികേടും അതേപോലെ തന്നെ വൃത്തികേടും കൊലയും അതേപോലെ തന്നെ ചതിയുമാണ് കാലാകാലങ്ങളിൽ ജൂതന്മാർ ചെയ്തത്. ചരിത്രം ചുരുക്കി വരുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നേരത്തെ സൂറത്തുൽ ഇസ്രായിലെ ആയത്ത് പറഞ്ഞതുപോലെ, അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിഅ്റാജിന്റെ രാത്രിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് അള്ളാഹു വേണമെങ്കിൽ ആകാശത്തേക്ക് ഉയർത്താമായിരുന്നു. മക്കയിൽ നിന്ന് തന്നെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് നിന്ന് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശത്തേക്ക് ഉയർത്താമായിരുന്നു. പക്ഷേ അള്ളാഹു മറ്റൊരു അനുഗ്രഹീത സ്ഥലം കൂടി മുഹമ്മദിന് കാണിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അങ്ങ് ദൂരെയുള്ള ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹിയെ കൊണ്ടുപോയി. അല്ലദീ ബാറക്നാ ഹൗലഹു, മറ്റൊരു അനുഗ്രഹീത സ്ഥലം കൂടി ഈ പ്രവാചകൻ കാണണം. ഖലീലുല്ലാഹി ഇബ്രാഹിമും അതേപോലെ തന്നെ പ്രവാചകന്റെ മുൻകാല പ്രവാചകന്മാരായ മൂസയും അതേപോലെ തന്നെ ഈസയും സുലൈമാനും ദാവൂദും ഇസ്ഹാഖും അതേപോലെ തന്നെ ഇസ്മാഈലും ഒക്കെ കണ്ട മണ്ണ്. അല്ലദീ ബാറക്നാ ഹൗലഹു അൽ അർളൽ മുഖദ്ദസ, പരിശുദ്ധമാക്കപ്പെട്ട ഈ ഭൂമി, അതിനു ചുറ്റും അനുഗ്രഹീതമാക്കപ്പെട്ട ഈ സ്ഥലം ഈ പ്രവാചകൻ കാണണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് അങ്ങ് ആകാശത്തേക്ക് ഉയർത്തുന്നതിന് പകരം മറ്റൊരു അനുഗ്രഹീത ഭൂമിയായ മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുപോയി അവിടെ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശത്തേക്ക് ഉയർത്തിയത്. മറ്റൊരു അനുഗ്രഹീത ഭൂമി കൂടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണം. മുഹമ്മദ് നബി ആ പോകുന്ന രാത്രിയിൽ അതല്ലെങ്കിൽ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഈ പ്രദേശം ക്രിസ്ത്യാനികളുടെ റോമിലുള്ള ക്രിസ്ത്യാനികളുടെ കീഴിലായിരുന്നു. റോമിന്റെ കീഴിലായിരുന്നു, ക്രിസ്ത്യാനികളായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും ഫലസ്തീന് ഇസ്ലാമിന്റെ കീഴിലായിട്ടില്ല. മറിച്ച് അള്ളാഹു ആ ഭൂമി നബിക്ക് കാണിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് മുഹമ്മദ് നബിയെ ആകാശത്തേക്ക് ആരോഹണം മിഅ്റാജ് നടത്തുകയും ചെയ്തു. അതിനുശേഷം മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ഈ പ്രദേശം വരുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഹിജ്റ 15 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സൈന്യത്തെ നിയമിക്കുന്നു. ഈ ഭൂമി മുസ്ലിങ്ങളുടേതാണ്, ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടേതാണ് ഈ ഭൂമി. അതുകൊണ്ട് തന്നെ ഈ ഭൂമി മുസ്ലിങ്ങൾക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 15 അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ സൈന്യാധിപൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക സർവ്വ സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് നീക്കി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ സർവ്വ സൈന്യാധിപരായി നിയമിച്ചു. അങ്ങനെ ഹിജ്റ 15 ഒരു സൈന്യവുമായിട്ട് ഫലസ്തീനിലേക്ക് പോവുകയാണ്. ആരുടെ സൈന്യത്തിൽ പ്രമുഖരായ സഹാബികളുണ്ട്. ഇസ്ലാമിന്റെ സർവ്വ സൈന്യാധിപനായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് എന്ന് പറയുന്ന ഒരു സൈന്യത്തിന്റെ സാധാരണ ഭടൻ, അദ്ദേഹത്തെ ഉമർ നീക്കിയിട്ട് അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹിനെ സർവ്വ സൈന്യാധിപനാക്കി. അങ്ങനെ അബൂ ഉബൈദയുടെ നേതൃത്വത്തിൽ പ്രമുഖരായ സഹാബികളുള്ള ഒരു സംഘം ഫലസ്തീനിലേക്ക് നീങ്ങുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു അതിന്റെ ആ സൈന്യത്തിലുണ്ട്. അങ്ങനെ 10 ദിവസത്തോളം അവർ ഫലസ്തീൻ ഉപരോധിച്ചു. ആ പ്രദേശത്തേക്ക് കടന്നു. ഇസ്ലാമിക സൈന്യം ജയിച്ചടക്കി. റോമക്കാരിൽ നിന്ന് ഫലസ്തീന് ജയിച്ചടക്കി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ കത്തയച്ചു, ഒരു വൃത്തിനെ അയച്ചു മദീനയിലുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ഉമറെ, ഞങ്ങൾ ഫലസ്തീന് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, താങ്കൾ വരണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാതെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വാഹനം അതേപോലെ തന്നെ ഒരു ഭൃത്യൻ. ഉമർ ബിൻ ഖത്താബ് ഫലസ്തീനിലേക്ക് നീങ്ങുകയാണ്. മുസ്ലിങ്ങൾ ജയിച്ചടക്കിയ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അല്ലദീ ബാറക്നാ ഹൗലഹു അൽ അർളൽ മുഖദ്ദസ എന്ന് പറഞ്ഞ ഈ പ്രദേശം കാണാൻ, പരിശുദ്ധമാക്കപ്പെട്ട ഈ ഭൂമി കാണാൻ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം പിടിച്ചടക്കിയ പ്രവാചകന്മാരുടെ പാൽപാദങ്ങളേറ്റ അനുഗ്രഹീതമായി ഭൂമി കാണാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നീങ്ങി. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുതിരയോ അതല്ലെങ്കിൽ ഒട്ടകമോ ഒരു വാഹനം മാത്രം. അദ്ദേഹം അങ്ങനെ പ്രവേശിക്കുന്നു. ഫലസ്തീനിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാത്രയിൽ തന്റെ ഭൃത്യനോട് പറഞ്ഞു, ഞാൻ കുറച്ച് യാത്ര ചെയ്യും, ഈ ഒട്ടകപ്പുറത്ത് ഞാൻ യാത്ര ചെയ്യും. അങ്ങനെ നീ നടക്കും,
നീ ക്ഷീണിക്കുമ്പോൾ ഞാൻ ഇറങ്ങിത്തരും, നീ യാത്ര ചെയ്യും. അതാണ് ഇസ്ലാമിന്റെ ഖലീഫ. ഭൃത്യൻ എന്ന് പറഞ്ഞാലും അതല്ലെങ്കിൽ ജോലിക്കാരൻ എന്ന് പറഞ്ഞാലും അതല്ലെങ്കിൽ സേവകൻ എന്ന് പറഞ്ഞാലും നാം നമ്മളെ പോലെ തന്നെ കാണണം. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് കുറച്ച് വാഹനപ്പുറത്തിരിക്കും, ഭൃത്യൻ നടക്കും. കുറച്ച് കഴിയുമ്പോൾ ഭൃത്യൻ വാഹനപ്പുറത്തിരിക്കും, ഉമർ നടക്കും. അങ്ങനെ ഫലസ്തീനിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോ റോമക്കാര് കാത്തിരിക്കുകയാണ്. ഏതാണ് ഈ സൈന്യം? ഈ സൈന്യത്തിന്റെ സർവ്വ സൈന്യാധിപനാരാണ്? അബൂ ഉബൈദയുടെ നേതാവാരാണ്? ഞങ്ങൾ ജയിച്ചടക്കിയ റോമം എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തെ ശക്തി ഭരിച്ചിരുന്ന ഫലസ്തീനിനെ ജയിച്ചടക്കിയ ഈ വിഭാഗത്തിന്റെ നേതാവാരാണ്? അവര് കാണാൻ കാത്തിരിക്കുന്നു. കാണാൻ കാത്തിരിക്കുമ്പോൾ അതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. ഒട്ടകപ്പുറത്ത്, അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് ആ സമയത്ത് ഭൃത്യനിരിക്കേണ്ട സമയമാണ്. ഉമറിനോട് പറഞ്ഞു, ഞാൻ നടക്കാം. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഇസ്ലാമിന്റെ ഖലീഫയെ കാണാൻ. ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിനെ നയിക്കുന്ന നേതാവിനെ കാണാൻ റോമയിലെ ഭരണാധികാരികളും ഫലസ്തീനിലെ ഭരണാധികാരികളും കാത്തിരിക്കുകയാണ്. അങ്ങകലെയുള്ള ക്രിസ്ത്യാനികൾ കാത്തിരിക്കുകയാണ്. ഉമറേ, അമീറുൽ മുഅ്മിനീൻ, ഞാൻ നടക്കാം, താങ്കൾ വാഹനത്തിൽ കയറൂ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നിന്റെ ഊഴമാണ്. അങ്ങനെ അവർ ഉമർ ബിൻ ഖത്താബിനെ കണ്ടു. വളരെ വളരെ നിസ്സാരനായ ഒരു വസ്ത്രം ധരിച്ച, അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. ഭരണാധികാരിയുടെ അലങ്കാരങ്ങളോ ചിഹ്നങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനെന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യൻ. അവര് ചോദിച്ചു, ഹാദാ സഈമു കുല്ല ഹാദിഹിൽ ജുയൂഷ്, ഇതാണോ ഈ സൈന്യങ്ങളുടെയൊക്കെ നേതാവ്? ഇതാണോ ഈ സൈന്യങ്ങളുടെ മൊത്തം നേതാവ്? ഇദ്ദേഹമാണോ എന്നവർ ആശ്ചര്യത്തോട് ചോദിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബിന്റെ അടുത്തേക്ക് പോയി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, താങ്കൾ ചില വസ്ത്രങ്ങൾ അണിയണം, അധികാരത്തിന്റെ ചില ചിഹ്നങ്ങൾ അണിയണം. താങ്കൾ അമീറുൽ മുഅ്മിനീനാണ്, അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ ശത്രുക്കൾ അത് കാണാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദ, നിനക്കറിയുമോ, ലഖദ് കുന്നാ ഖൗമൻ അദില്ലാ. അബൂ ഉബൈദ, നിനക്കറിയില്ലേ, നാം വളരെ നിസ്സാരന്മാരായ മനുഷ്യന്മാരായിരുന്നു. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമുക്ക് ഇസ്സത്തുണ്ടായത് ഇസ്ലാം കൊണ്ടാണ്. വകുന്നാ ളിആഫ്, നാം ദുർബലരായിരുന്നു. ഫഖവ്വാനല്ലാഹ്, നമ്മളെ ശക്തിപ്പെടുത്തിയത് അല്ലാഹുവാണ്. അതുകൊണ്ട് അലങ്കാരങ്ങളും ആഡംബരത്തിന്റെ ചിഹ്നങ്ങളും അധികാരത്തിന്റെ ചിഹ്നങ്ങളും അണിയാൻ ഉമറിന് താല്പര്യമില്ല. ലഖദ് കുന്നാ ഖൗമൻ അദില്ലാ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നാം നിന്ദ്യരായിരുന്നു, നിസ്സാരന്മാരായിരുന്നു. മക്കയിൽ സമാധാനമായിട്ട് സുജൂദ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ആ ഭൂമിയിൽ നിന്ന് നമ്മൾ മദീനയിലേക്ക് ഹിജറ പോയത്. അബൂ ഉബൈദ, കുന്നാ അദില്ലാ, അതല്ലെങ്കിൽ ജാഹിലിയത്തിന്റെ മുമ്പ് നമ്മുടെ അവസ്ഥ നീ ആലോചിച്ചു നോക്ക്. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ് നാം ഇസ്സത്തിലേക്ക് എത്തിപ്പെട്ടത്. ഇത് തന്നെയാണ് ഇന്നും ഫലസ്തീനികൾക്ക് ചെയ്യാനുള്ളത്. ഇസ്ലാം കൊണ്ടല്ലാതെ, ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടിയല്ലാതെ, ഇസ്ലാം കൊണ്ടല്ലാതെ ഇസ്സത്ത് ഉണ്ടാകില്ല. ഇസ്ലാം കൊണ്ടല്ലാതെ ഇസ്സത്ത് ഉണ്ടാകില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 15-ാം വർഷം വീണ്ടും ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് കീഴിൽ വരുന്നു. കാലം കുറെ കഴിഞ്ഞു പോയി. ചരിത്രവും അങ്ങോട്ട് അതിന്റെ സഞ്ചാര പാതയിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ വന്ന് ഹിജ്റ 583 വീണ്ടും ഫലസ്തീൻ ചാഞ്ഞും ചെരിഞ്ഞും മാറിയും തിരിഞ്ഞുമൊക്കെ ഇരുന്നു. പലപ്പോഴും ക്രിസ്ത്യാനികളുടെ കയ്യിൽ, മുസ്ലിങ്ങളുടെ കയ്യിൽ അങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും അധികാരത്തിനും ശക്തിക്കുമനുസരിച്ച് മാറിയും മറിഞ്ഞും നിന്നു. പിന്നെ നമുക്കറിയുന്ന ചരിത്രം ഹിജ്റ 583 ചരിത്രം ചുരുക്കി പറയുമ്പോ ഹിജ്റ 583 20 സെപ്റ്റംബർ 1187 സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന പോരാളി, ഇസ്ലാമിക പോരാളി ഇതേ രൂപത്തിൽ ഫലസ്തീനിലേക്ക് നീങ്ങുന്നു. ആ മണ്ണ് മുസ്ലിങ്ങളുടേതാണ്, അത് അനുഗ്രഹീമാക്കപ്പെട്ട പ്രദേശമാണ്. അന്നും അവിടെ ഭരിക്കുന്നത് ക്രിസ്ത്യാനികളാണ്.
സലാഹുദ്ദീന്റെ വരവ് പേടിച്ച അന്നാട്ടിലുള്ള ഫലസ്തീനിലുള്ള ക്രിസ്ത്യാനികൾ എല്ലാവരും അദ്ദേഹത്തെ ഉപരോധിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയിരുന്നു. എല്ലാവരും പള്ളിയിലേക്ക് കയറി. ഇന്ന് ജൂതന്മാര് ചെയ്യുന്നത് പോലെ പള്ളിയിൽ കയറിയ കുഞ്ഞുങ്ങളെയും പള്ളിയിൽ കയറിയ സ്ത്രീകളെയും വൃദ്ധന്മാരെയും സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അവരെ ഒന്നും ചെയ്തില്ല. ഇന്ന് ജൂതൻ എന്താ കാട്ടുന്നത്? പേടിച്ച് പള്ളിയിൽ കയറിയ ഉമ്മയെ, പാവപ്പെട്ട കുട്ടികളെ ക്രൂരമായിട്ട് ലോകത്ത് ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ക്രൂരതകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിന്റെ ഖലീഫമാര് ഫലസ്തീനിലേക്ക് ചെന്നപ്പോ, ഇസ്ലാമിന്റെ സഹാബാക്കളും റസൂലുള്ളാഹിന്റെ സഹാബാക്കളും ഫലസ്തീനിലേക്ക് ചെന്നപ്പോ, ഇസ്ലാമിന്റെ പോരാളികൾ ഫലസ്തീനിലേക്ക് ചെന്നപ്പോ അവരൊന്നും ചരിത്രം വായിച്ചു നോക്ക്, അവരൊന്നും ചോരച്ചാലുകൾ ഒഴുക്കിയിട്ടില്ല. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ സ്ത്രീകളെ ഉപദ്രവിക്കരുത്, കുട്ടികളെ വധിക്കരുത്, മരങ്ങളെ നിങ്ങൾ മുറിക്കരുത്. മഠങ്ങളിലും അതേപോലെ തന്നെ അമ്പലങ്ങളിലുമൊക്കെ, അതേപോലെ തന്നെ മഠങ്ങളിലും അമ്പലങ്ങളിലും ചർച്ചുകളിലുമൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്, വൃദ്ധന്മാരെ വിഷമിപ്പിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സൈന്യം എവിടെയൊക്കെ സൈന്യവുമായിട്ട് നീങ്ങിയിട്ടുണ്ട്, അവിടെയൊന്നും രക്തച്ചൊരിച്ചിലുകൾ, അനാവശ്യമായ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കിയിട്ടില്ല. സലാഹുദ്ദീൻ അയ്യൂബിയും ദിവസങ്ങൾ കാത്തുനിന്നു. ഈ സ്ത്രീകളും ഈ കുട്ടികളും ഈ വൃദ്ധന്മാരും ഈ യോദ്ധാക്കളും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഇറങ്ങി വരാൻ അവരോട് പറഞ്ഞു. അവർ ഇറങ്ങി വന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പാതിരിമാരി എഴുത്തു കൊടുത്തയച്ചു, സലാഹുദ്ദീന് ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്. സലാഹുദ്ദീൻ പറഞ്ഞു, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾക്ക് ഇറങ്ങാം. പക്ഷേ നിങ്ങൾ ഇറങ്ങി വരുമ്പോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആയുധം ധരിക്കരുത്, നിരായുധരായിട്ടായിരിക്കണം ഇറങ്ങി വരേണ്ടത്. അവരിറങ്ങി വന്നു. പള്ളി വീണ്ടും സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം ആ പള്ളിയിലേക്ക് കയറുകയാണ്. ഈ രൂപത്തിലെ ഹിജറ 583 നമുക്കറിയുന്ന ചരിത്രത്തിലെ പറയപ്പെടേണ്ട ഒരു സമയം അതാണ്. അതിനുശേഷം ലോകം വീണ്ടും മുന്നോട്ട് പോയി. കാലങ്ങൾ കുറെ കഴിഞ്ഞു. 2ാം ലോക മഹായുദ്ധം വന്നു. അതേപോലെ തന്നെ ജൂതന്മാർ അതിനു മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു ജൂതന്മാർക്കൊരു രാജ്യം വേണമെന്ന്. ജൂതന്മാരെന്ന് പറഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങളിലായി നിലനിൽക്കുന്നവരായിരുന്നു ജൂതന്മാർ. അവർ തന്നെ തീരുമാനിച്ചിരുന്നു അവർക്കൊരു രാജ്യം വേണമെന്ന്. ജൂതന്മാരുടെ അറബികൾ അവരുടെ ചരിത്രത്തിൽ പറയുന്ന പ്രോട്ടോകോൾ അൽ യഹൂദിയ, ജൂതന്മാരുടെ പ്രോട്ടോകോളുകളുണ്ട്, അവരുടെ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളാണ് അവർ ലോകത്ത് നിന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 101ഓളം തീരുമാനങ്ങൾ ജൂതന്മാർ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു തീരുമാനമായിരുന്നു ഫലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം എന്നത്. അതാണ് 1944 അമേരിക്കയും ബ്രിട്ടനും സ്വതന്ത്രമായി ഒരു ജൂതരാഷ്ട്രത്തിനായി പ്രമേയം പാസാക്കുകയാണ്. അത് നേരത്തെ ജൂതന്മാരുടെ പ്രോട്ടോകോളാത്ത് സഹിയൂനിയ സയനിസ്റ്റുകളുടെ പ്രോട്ടോകോളുകൾ എന്ന് പറഞ്ഞ് 101 തീരുമാനങ്ങൾ അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതുണ്ട്. അതിലെന്തൊക്കെയുണ്ട്? അതിൽ പല തീരുമാനങ്ങളുണ്ട്. ഒന്ന്, അവർക്കൊരു രാഷ്ട്രം വേണം. മറ്റൊന്ന്, മുസ്ലിങ്ങളുടെ ഈമാന് തകർക്കാൻ വേണ്ടി സംഗീതവും അതേപോലെ തന്നെ സെക്സും സ്പോർട്സും മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപിക്കണം, മുസ്ലിം രാഷ്ട്രങ്ങളിൽ വ്യാപിപ്പിക്കണം. അതേപോലെ തന്നെ പലിശ സമ്പ്രദായം ലോകത്ത് അധികരിപ്പിക്കണം. ലോകത്തുള്ള എല്ലാ ബാങ്കുകളുടെ തലപ്പത്തും കയറിയിരിക്കണം. എല്ലാ മീഡിയകളുടെയും, മനുഷ്യന്മാരുടെ മനസ്സിനെ മെതിക്കാൻ കഴിയുന്ന എല്ലാ മീഡിയകളുടെയും തലപ്പത്ത് കയറിയിരിക്കണം. ഇങ്ങനെ കുറെ തീരുമാനങ്ങളുണ്ട് ജൂതന്മാർക്ക്. അതൊക്കെ അവർ നടപ്പാക്കി. ഇന്ന് ലോകത്തെ ഏത് മീഡിയ എടുത്താലും, നിങ്ങൾ ഏത് വലിയ മീഡിയ, ഈ എല്ലാവർക്കും വാർത്തകൾ കിട്ടുന്ന ഒരു കേന്ദ്രമുണ്ട്. അതിൻ്റെ ഒക്കെ തലപ്പത്ത് ആരാ? ജൂതന്മാരാ. എല്ലാ ബാങ്കേഴ്സും അമേരിക്കയിലുള്ളതാകെ 3% ജൂതന്മാരാണ്. പക്ഷേ അമേരിക്കയിലെ ഇലക്ഷൻ തീരുമാനിക്കുന്നത്, അവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജൂതന്മാരുടെ കഴിവാണ്. കാരണം ബാങ്കേഴ്സ് ആർക്ക് കടം കൊടുക്കണം, ആരെ ഓശാനപാടി നിർത്തണം, ഏതൊക്കെ രാജ്യങ്ങളെ കടം കൊടുത്തിട്ട് ആ കടത്തിൽ മുക്കി കൊല്ലണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള ബാങ്കുകളുടെ ഒക്കെ തലപ്പത്ത് കയറിയിരിക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ്. അതിൽപ്പെട്ടൊരു തീരുമാനമായിരുന്നു അവർക്കൊരു രാഷ്ട്രം വേണമെന്ന്.
1944 അത് അമേരിക്കയും ബ്രിട്ടനും തീരുമാനിച്ചപ്പോൾ ലോകത്തെ ഈ ജൂതന്മാർ ആകെ പരന്നു കിടക്കുകയാണ്. അത് അവരുടെ ഭൂമിയല്ല, അത് ഇസ്ലാമിന്റെ ഭൂമിയാണ്, പ്രവാചകന്മാരുടെ ഭൂമിയാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രവാചകന്മാരുടെ ജീവിതവും വെച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ ലോകത്താകമാനം എല്ലാവർക്കും തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ഈ ജൂതന്മാരെ അറബികളുടെ തലയിൽ കെട്ടിവെക്കാൻ 1944 തീരുമാനിക്കുകയും അങ്ങനെ ലോകത്താകമാനമുള്ള ജൂതന്മാർ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് പലായനം ചെയ്യാൻ. എവിടുന്ന്? ചരിത്രം പറയുന്നു, യമനിലുണ്ടായിരുന്ന 40,000 ജൂതന്മാര് 1 വർഷം കൊണ്ട് എവിടെ എത്തി? ഫലസ്തീനിലെത്തിയത്. അത് 48-ലെത്തിയതല്ല, 1944 തന്നെ, അതല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അവർ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ പലായനം ചെയ്യാൻ. അതിനെ തടുക്കാനോ ആ പ്ലാനിങ് അറിയാനോ ഉള്ള ശക്തി, അതല്ലെങ്കിൽ കഴിവ്, അതല്ലെങ്കിൽ തന്ത്രങ്ങൾ മുസ്ലിങ്ങൾക്കില്ലായിരുന്നു എന്ന് വേണം ഈ ചരിത്രത്തിന്റെ ഭാഗം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും 40,000 ജൂതന്മാർ യമനിൽ നിന്ന് മാത്രം, അതേ രൂപത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പ്രദേശത്തേക്ക് ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ജനങ്ങൾ ഒഴുകുകയാണ്, ജൂതന്മാർ ഒഴുകുകയാണ്. അതിൻ്റെ ആരുടെ പിന്തുണ? അമേരിക്കയുടെ പിന്തുണ, അതേപോലെ തന്നെ ബ്രിട്ടന്റെ പിന്തുണ. എല്ലാവരുടെയും പിന്തുണയുടെ അടിസ്ഥാനത്തിൽ 14 മെയ് 1948 4 മണിക്ക് ജൂതന്റെ രാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ്. ബിൻജോറിയോൻ എന്ന് പറയുന്ന ഒരു ജൂതന്മാരുടെ നേതാവ് 14 മെയ് 1948 ജൂതരാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ്. ഇസ്രായേൽ എന്നാണ് പേര്. നാം ഒരിക്കലും ഇസ്രായേൽ എന്നുള്ള പേര് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്യമല്ല. നമ്മുടെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇസ്രായേൽ എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന പേര് പറഞ്ഞ് അനാവശ്യ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതാരുടെ പേരാണ്? നമ്മുടെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള മറ്റൊരു പേരാണ്. മറിച്ച് ജൂതൻ എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. ജൂതൻ, യഹൂദി എന്നാണ് വിശുദ്ധ ഖുർആന്റെ അറബിയിലുള്ള പ്രയോഗം. ആ പ്രയോഗം തന്നെ നമ്മൾ പ്രയോഗിക്കണം. അവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അവർക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ, അവർക്കെതിരെ സംസാരിക്കുമ്പോഴും അവർക്കെതിരെ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഇസ്രായേൽ എന്നുള്ള വാക്ക് നമ്മുടെ ഒരു പ്രവാചകന്റെ മറ്റൊരു പേരാണ്. ആ വാക്കല്ല ഉപയോഗിക്കേണ്ടത്, യഹൂദി എന്നുള്ള വാക്കാണ്. ഏതായിരുന്നാലും 14 മെയ് 1948 4 മണിക്ക് ജൂതരാഷ്ട്രം പ്രഖ്യാപിച്ച് 11 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമേരിക്ക ആ രാഷ്ട്രത്തെ അംഗീകരിക്കുകയാണ്. അങ്ങ് ഇസ്രായേലിൽ പ്രഖ്യാപിച്ച് 11 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും 1948 അമേരിക്കയും ബ്രിട്ടനും ഈ രാജ്യത്തെ അംഗീകരിക്കുകയാണ്. അന്ന് തുടങ്ങിയ ഈ ക്രൂരത ഇന്നും ഇടമുറിയാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എത്ര മനുഷ്യന്മാരുടെ രക്തം, പരിശുദ്ധമാക്കപ്പെട്ട ഈ മണ്ണിൽ എത്ര മുസ്ലിങ്ങളുടെ രക്തം, എത്ര ഉമ്മമാരുടെ അഭിമാനം, എത്ര പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചുടുചോര ആ മണ്ണിൽ വീണു, ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ പല കൂട്ടക്കൊലകളും നടന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നതല്ല, 1948 മുതലുള്ള ചരിത്രത്തിൽ പല കൂട്ടക്കൊലകളും, വേദനിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, വായിച്ചാൽ തുടർന്ന് വായിക്കാൻ കഴിയാത്തത്ര ക്രൂരതകളാണ് മുസ്ലിങ്ങളോട് ഈ ജൂതന്മാർ കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രം പറയുന്ന ഒരു കൂട്ടക്കൊല, മദ്ബഹത്തു ദൈർ യാസീൻ എന്ന് പറയുന്ന ഒരു കൂട്ടക്കൊല. സൈദാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി. അന്ന് അദ്ദേഹത്തിന് 12 വയസ്സാണ്. അന്ന് സൈദാൻ, ഈ കഥ എഴുതുന്ന സൈദാന്, ഈ സംഭവം എഴുതുന്ന സൈദാൻ എന്ന് 12 വയസ്സാണ്. സൈദാൻ പറയുന്നു, ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ഒരു വിവാഹ പാർട്ടിയിലാണ്. ആ വിവാഹ പാർട്ടിയിൽ ഞങ്ങൾ 33 ആളുകളാണുള്ളത്. അവിടേക്ക് ജൂതന്റെ പട്ടാളം കടന്നു വരികയാണ്. നിങ്ങൾ നോക്ക്, ജൂതനും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം. മുസ്ലിം ഭരണാധികാരികൾ ഫലസ്തീനിലേക്ക് പോയപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ജൂതന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരാരെയും അവർ ഉപദ്രവിക്കാറില്ല. പക്ഷേ സൈദാൻ 12 വയസ്സുള്ള, അന്ന് 12 വയസ്സുണ്ടായിരുന്ന ഈ സംഭവം കാണുന്ന സൈദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുതുന്നു, ഞങ്ങളൊരു വിവാഹ പാർട്ടിയിലാണ്, ഞങ്ങൾ 33 പേരുണ്ട്. ജൂതന്മാരുടെ സംഘം ഞങ്ങളുടെ വിവാഹ പാർട്ടിയിലേക്ക് കയറി വരുന്നു. വന്ന ഉടനെ തന്നെ
വധുവിനെയും അതേപോലെ തന്നെ മരനെയും അവർ വെടിവെച്ചു കൊന്നു. അങ്ങനെ എല്ലാവരെയും ഈ 33 ആളുകളെയും ചുമരിലേക്ക് ചാരി നിർത്തി ഞങ്ങൾ കുട്ടികൾ ഓരോരുത്തരെയും വെടിവെച്ച് കൊല്ലുകയാണ്. ഞങ്ങൾ കുട്ടികൾ ഈ മയ്യത്തിന്റെ ഇടയിൽ കടന്ന് ഞങ്ങൾ ഒളിച്ചിരുന്നു. മയ്യത്തിന്റെ 2 മയ്യത്തിന്റെയും ഇടയിൽ പോയി ഞങ്ങൾ ഒളിച്ചിരുന്നു. അതിൻ്റെ അടിയിൽ കടന്ന് ഞങ്ങൾ ഒളിച്ചിരുന്നു. പക്ഷേ എൻ്റെ 4 വയസ്സുകാരിയായ സഹോദരിക്ക് എങ്ങനെ ഒളിക്കണമെന്നുള്ള വികൃതി അവൾക്ക് അറിയില്ലായിരുന്നു. ആ 4 വയസ്സുകാരിയായ എൻ്റെ സഹോദരിയെ തോക്കുകൊണ്ട് തലക്ക് വെടിവെക്കുകയും അവരുടെ തല പൊട്ടിച്ചിതറി അവരുടെ തല ചോറ് തെറിച്ചു പോകുന്നത് ഇന്നും എൻ്റെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒരനുഭവമാണ് എന്ന് സെയ്ദാൻ, അന്ന് 12 വയസ്സുണ്ടായിരുന്ന സെയ്ദാൻ, അദ്ദേഹം വലുതായതിനു ശേഷം ആത്മകഥയിൽ എഴുതി. മദ്ബഹത്ത് ദാറിയാസീൻ എന്നറിയപ്പെടുന്ന ദാറിയാസീൻ കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ഒരു കൂട്ടക്കൊല മാത്രമാണിത്. ഇതേപോലെ മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന ഫലസ്തീനിലെ മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന വലിയ വലിയ ക്യാമ്പുകളിലേക്ക് ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഈ ജൂതന്മാരുടെ ഭരണാധികാരി കഴിഞ്ഞ വർഷങ്ങളെങ്ങോട്ടും മരിച്ചുപോയ ക്രൂരനായി ഭരണാധികാരി ചെയ്ത കാര്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുകയാണ്. ഏതായിരുന്നാലും ഇന്നും ഈ രൂപത്തിലുള്ള കൂട്ടക്കൊലകളും പ്രയാസങ്ങളുമൊക്കെയായിട്ട് ജൂതന്മാർ മുന്നിലേക്ക് തന്നെ പോവുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നമ്മോട് കൃത്യമായിട്ട് പറഞ്ഞു, ലതജിദന്ന, നിനക്ക് കാണാൻ കഴിയും, അശദ്ദന്നാസി അദാവ, ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളവർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളവർ, ലില്ലദീന ആമനു, വിശ്വാസികളോട്, അൽ യഹൂദ്, അത് ജൂതന്മാരാണ്. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞത് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ലാതാകുമോ? ഇല്ല. അൽ യഹൂദ് ജൂതന്മാരാണ്. പിന്നെ ആരാ? വല്ലദീന അശ്റകൂ, ഷിർക്ക് ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികളാണ്. ഷിർക്ക് ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികളാണ് ജൂതന്മാർ കഴിഞ്ഞാൽ മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ പകവെച്ച് നടക്കുന്നവർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖലാ യഹൂദിയും ബി മുസ്ലിമിൻ ഖത്തു ഇല്ലാ ഹമ്മ ബിഖത്ലിഹി, ഒരു ജൂതനും ഒഴിഞ്ഞിരിക്കുന്നില്ല, വെറുതെ ഇരിക്കുന്നില്ല ഒരു മുസ്ലിമിനെ കൊല്ലാൻ കഴിയുമോ എന്ന് ആലോചിക്കാതെ. അത്രയാണ് അവരുടെ പക, അത്രയാണ് അവർക്ക് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള വിദ്വേഷം. കാരണം ജൂതൻ അറിയാം ഈ ദീന് വിജയിക്കും, ഈ ദീന് ഒരിക്കലും പരാജയപ്പെടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യഅരിഫൂനഹു കമാ യഅരിഫു അബ്നാഅഹും, അവർക്കറിയാം ഈ ദീനിനെ കുറിച്ച് അവരുടെ മക്കളെ അറിയുന്നത് പോലെ, നമുക്കൊക്കെ നമ്മുടെ മക്കളെ പേരറിയുന്നത് പോലെ അവർക്കറിയാം ഈ ദീന് സത്യമാണെന്ന് ജൂതൻ അറിയാം. അതുകൊണ്ട് തന്നെ ബർണാക്ഷയെ പോലെയുള്ള ചിന്തകന്മാരും രാഷ്ട്രീയ നിരീക്ഷകന്മാരും വിചക്ഷണന്മാരും പറഞ്ഞു, ലോകത്ത് ഇനി അതിജയിക്കുന്ന ദീൻ ഇസ്ലാമാണെന്ന് പറഞ്ഞപ്പോ ആ ഇസ്ലാമിനെ തകർക്കാനുള്ള കുതന്ത്രങ്ങൾ, ആ ഇസ്ലാമിനെ എങ്ങനെയെല്ലാം തകർക്കാമെന്നുള്ളതിന്റെ കുതന്ത്രങ്ങൾ ജൂതൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് രാഷ്ട്രം സ്ഥാപിച്ചു, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾ, നിങ്ങൾക്കറിയുമോ നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ടായിരുന്നു. നമ്മൾ ജീവിക്കുന്ന രാജ്യം, ആ രാജ്യത്ത് എല്ലാ സമയത്തും ഫലസ്തീനിലെ പോരാളികളെ, അങ്ങ് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായത് മുതൽ നെഹ്റു മുതൽ ഇങ്ങ് കഴിഞ്ഞ മന്ത്രിസഭ വരെയുള്ള മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭ വരെയുള്ള മതേതര സർക്കാരുകളൊക്കെ ഫലസ്തീനെ ആദരിച്ചിരുന്നു. യാസർ അറഫാത്ത് പറയാറുണ്ട്, എൻ്റെ നാട് ഫലസ്തീൻ കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ വീടാണ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്ത് വന്ന സെക്യുലർ ഭരണാധികാരികളൊക്കെ, മതേതരത്വത്തിന്റെ ഭരണാധികാരികളൊക്കെ അംഗീകരിച്ചു. പക്ഷേ ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റുകളുടെ നേതാവായ മോഡിയും കൂട്ടരും അവർ ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ കഴിഞ്ഞ മാസത്തിങ്ങളിൽ 5 ദിവസം സ്തംഭിച്ചു. എന്തായിരുന്നു കാരണം? ഫലസ്തീനിൽ ക്രൂരത ചെയ്യുന്ന ജൂതന്മാർക്കെതിരെ ഒരു പ്രമേയം പാസാക്കണം. സമ്മതിച്ചില്ല ഗവൺമെന്റ്. ഇന്ത്യ രാജ്യം എല്ലാ കാലത്തും പോരാളികളായ ഫലസ്തീനിന്റെ കൂടെ നിന്നപ്പോ വിശുദ്ധ ഖുർആന്റെ വചനം, ജൂതന്മാർ കഴിഞ്ഞാൽ മുസ്ലിങ്ങളോട് ശത്രുതയുള്ളവർ വല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളാണെന്നുള്ള ഖുർആൻ വചനം അവിടെ പുലരുകയാണ്.
ഈ ഫാസിസ്റ്റുകൾ, ഈ സംഘികൾ, ഈ സംഘപരിവാറിന്റെ ആളുകൾ, ഇന്ത്യ രാജ്യം ഇന്ന് ഭരിക്കുന്നവർ പ്രമേയം പാസാക്കിയില്ല. പാവപ്പെട്ട പെൺകുട്ടികളെ, പാവപ്പെട്ട കുരുന്നുകളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മുടെ മക്കളുടെ വളർച്ച കാണാൻ, അവരുടെ ചിരി കാണാൻ, അവരുടെ സന്തോഷം കാണാൻ നാം എന്തുമാത്രം കൊതിക്കുന്നു. അതുപോലെ ഫലസ്തീനിലെ ഉമ്മയും കൊതിക്കുന്നില്ലേ? ഫലസ്തീനിലെ ഉമ്മയും കൊതിക്കുന്നു. ആ ഉമ്മയുടെ മുന്നിൽ വെച്ച് പറക്കമുറ്റാത്ത, എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ രൂപത്തിൽ ക്രൂരത ചെയ്തപ്പോ, ഒരു പ്രമേയം പാസാക്കി എന്ന് പറഞ്ഞപ്പോ അതിന് പോലും നൈർമല്യമില്ലാത്ത മനസ്സായിപ്പോയി ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടേത്. കാരണം അവൻ 2000 ആളുകളെ കൊന്നവനാ, അവനെന്താ 1800 ആളെ കൊന്നാൽ? ഗുജറാത്തിലെ പാവപ്പെട്ട 2000 ആളുകളെ കൊന്നവന് 1800 വലുതായി തോന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് ഏത് അധികാര കസേരയിൽ വന്നാലും, യവൻ എവിടെ വന്നാലും നമുക്കൊരുറപ്പുണ്ട്, ഈ ദീൻ ഹഖാണ്. അള്ളാഹുവിന്റെ ഈ ഖുർആൻ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ എന്ന മലക്ക് മുഖേന ഇറങ്ങിയതാണ്. അതിൽ വിശ്വസിച്ച് അവസാന ശ്വാസം വരെ ഈ മുസ്ലിങ്ങൾ മരിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും നടക്കില്ല. വല്ലാഹു മുതിമ്മു നൂരിഹി, തനിക്ക് ഭരിക്കാൻ കഴിയുന്നത് ഈ ലോകത്തിന്റെ ഒരു ചെറു പ്രദേശമായിരിക്കാം, പക്ഷെ ഈ ലോകം തന്നെ ഭരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ഈ ദീന്, ആ ദീനിനെ ചെറുതാക്കാൻ, ആ ദീനിന്റെ ആളുകളെ കട്ടക്കശാപ്പ് ചെയ്തത് കൊണ്ട് ഇതിന്റെ ആളുകളാരും മാറിപ്പോകില്ല. ഇതിന്റെ ആളുകളാരും മാറിപ്പോകുമെന്ന് ലോകത്തുള്ള ഒരു ഭരണാധികാരിയും വിശ്വസിക്കേണ്ട. കാരണം ഇതിലും വലിയ ക്രൂരന്മാരും ഭരണാധികാരികളും മുസ്ലിങ്ങളെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട്. ഈ മുസ്ലിങ്ങൾ തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല. ഇറാഖിലെ ബാഗ്ദാദില് താർത്താരികളുടെ അക്രമം, ചെങ്കിസ് ഖാന്റെയും അദ്ദേഹത്തിന്റെ വൃത്തികെട്ട മകനായ ഹുലാഗ് ഖാന്റെയും നേതൃത്വത്തിൽ നടന്ന താർത്താരികളുടെ അക്രമം ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സഹിയൂൻ നദി എന്ന് പറയുന്ന ഒരു അണക്കെട്ട് പൊട്ടിച്ച് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ഈ ഹുലാഗ് ഖാൻ, ചെങ്കിസ് ഖാന്റെ മകൻ ഹുലാഗ് ഖാൻ സഹിയൂൻ നദിയുടെ അണക്കെട്ട് പൊട്ടിച്ചു. 50 ലക്ഷം ആളുകളാണ് മരിച്ചത്. 50 ലക്ഷം. ചരിത്രകാരന്മാര് പറയുന്നു, ഈ ചരിത്രം എഴുതാൻ ഞാൻ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് ബാഗ്ദാദിലെ മുസ്ലിങ്ങൾ തീർന്നോ? തീരൂല. ഇന്നും കൊല്ലാൻ വേണ്ടി, സാമ്രാജ്യത്വ ശക്തികൾക്ക് കൊല്ലാൻ വേണ്ടി മുസ്ലിങ്ങൾ ഇന്നുമുണ്ട്. ബാഗ്ദാദിൽ, തിക്രീത്തിൽ, ബസറയിൽ, എല്ലായിടത്തും മുസ്ലിങ്ങളുണ്ട്. അള്ളാഹു ദീനിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാമാണെന്ന ഉറച്ച വിശ്വാസം ഞാൻ ഈ പറയുന്നത് എന്തുമാത്രം ഊർജവത്തോടും ആർജവത്തോടു കൂടിയുമാണോ അത് ഞാൻ ഉൾക്കൊള്ളണം. പ്രസംഗത്തിന്റെ ഭാഷയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ പ്രസംഗത്തിന്റെ ചടുലതയ്ക്ക് വേണ്ടി പറഞ്ഞാൽ പോരാ. ഈ പറയുന്ന ഞാനത് ഉൾക്കൊള്ളണം. എൻ്റെ മക്കളോട് ഞാനത് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഭാര്യയെ ഞാൻ അതിൽ ഉറപ്പിച്ചു നിർത്തണം. എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഉപദേശം നടത്തണം. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. ആരെതിർത്താലും, ആരെന്തെല്ലാം കുതന്ത്രം പ്രയോഗിച്ചാലും വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹു ഈ പ്രകാശം പൂർത്തീകരിക്കും. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾക്ക് ഇഷ്ടമില്ലെങ്കിലും അള്ളാഹു ഈ പ്രകാശം പൂർത്തീകരിക്കും. ഈ ഉറച്ച വിശ്വാസം. അതേപോലെ തന്നെ മുസ്ലിങ്ങൾ അവരുടെ പൊതുപ്രശ്നങ്ങളിൽ യോജിച്ച് നീങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ. മുസ്ലിങ്ങൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പറയണം, മൂടി വെക്കരുത്. പറയണം. എന്തിനു പറയണം? അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പറയണം. എൻ്റെ സംഘടന വലുതാകാനും, ഞാൻ വലിയ ആളാകാനും, എൻ്റെ സംഘടനയിൽ കൂടുതൽ ആളുകൾ നടത്തി സമ്മേളനം നടത്താനുമല്ല, മറിച്ച് എൻ്റെ സഹോദരൻ ചെയ്യുന്നത് ഷിർക്കിന്റെ പരിപാടികളാണ്. ആ ഷിർക്കിൽ നിന്ന് എൻ്റെ സഹോദരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. അതോടുകൂടെ തന്നെ മുസ്ലിങ്ങളുടെ പൊതുപ്രശ്നങ്ങളിൽ നമ്മൾ ഒന്നിച്ച് ശക്തമായി നേരിടണം. അങ്ങനെ വരുമ്പോ ഒരു വിശ്വാസവും ഇതിന്റെ മുമ്പിൽ വരില്ല. ഒരു വിശ്വാസത്തിനും ഈ വിശ്വാസത്തിന്റെ മുന്നിൽ മാറ്റിരക്കാൻ കഴിയില്ല. കാരണം ഇത് പ്രവാചകന്മാർ വഹയിലൂടെ, അള്ളാഹുവിന്റെ വഹയിലൂടെ മാലാക്കമാര് വഹയി നൽകി പ്രവാചകന്മാർ കൊണ്ടുവന്ന വിശ്വാസമാണ്.
അബൂലഹബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ല തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബേ നിന്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു. നശിച്ചു, പാസ്റ്റ് ടെൻസ്, ഭൂതകാല ക്രിയയായിട്ടാണ് പറഞ്ഞത്. യദാ അബീ ലഹബിൻ, അബൂലഹബ് ആയത്തിറങ്ങിയിട്ടും കുറെ കാലം ജീവിച്ചില്ലേ? ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിഞ്ഞോ? ഉമർ ബിൻ ഖത്താബ് ഷഹാദത്ത് കലിമ ചൊല്ലി. ഉഹദിൽ മുസ്ലിങ്ങളെ എതിർക്കാൻ വേണ്ടി അങ്ങ് ഉഹദ് മലയിൽ ചാടി വന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭടനായി ഷഹാദത്ത് കലിമ ചൊല്ലി. അബൂലഹബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അബൂലഹബേ നിന്റെ കരങ്ങൾ നശിച്ചിരിക്കുന്നു. നിന്റെ ധനമോ നീ സമ്പാദിച്ചതോടോ നിനക്ക് ഉപകാരപ്പെടില്ല. മുസ്ലിങ്ങള് ഈ ദുനിയാവുണ്ടാകുന്നത് വരെ ആ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കും. അബൂലഹബിന്റെ മുമ്പിൽ വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ വഹയിന് ശേഷം അബൂലഹബ് അങ്ങാണ്ടും ഷഹാദത്ത് കലിമ ചൊല്ലിയിരുന്നുവെങ്കിൽ നമുക്ക് ഈ ആയത്ത് ഓതാൻ കഴിയുമായിരുന്നോ? കഴിയില്ല എന്ന് ആർക്കറിയാം? ഇതിറക്കുന്ന റബ്ബിനറിയാം. അതാണ് ഖുർആന്റെ അമാനുഷികത. അതാണ് ഖുർആന്റെ അമാനുഷികത. അവൻ വളരെ മോശമായിട്ട് മരിച്ചുപോയി ഈ ദുനിയാവിൽ നിന്ന്. കലിമ ചൊല്ലാതെ, ഷഹാദത്ത് കലിമ ചൊല്ലാതെ മോശമായിട്ട് അവൻ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ അത് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, അദ്ദേഹത്തിന് വഹി ഇറങ്ങി അള്ളാഹുവിന്റെ കലാമാണത്. ആ ഖുർആന്റെ അനുയായികളായി നിന്ന് ആർജവത്തോടെയും ഊർജത്തോടെയും ഏത് മുശ്രിക്കിന്റെ മുമ്പിലും ഏത് ജൂതന്റെ മുമ്പിലും നിൽക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയണം. സമാധാനത്തിന്റെ മാർഗത്തിലൂടെ, ബുള്ളറ്റിലൂടെയല്ല, സ്ഫോടനം നടത്തിയിട്ടല്ല, മറിച്ച് സമാധാനത്തിന്റെ മാർഗത്തിലൂടെ. അതാണ് മുസ്ലിം നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നത്. ഫലസ്തീനിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്കും കുറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ചരിത്രം പറയുന്നത് എന്തിനാ? കാര്യങ്ങൾ മനസ്സിലാക്കാനാ, ആവേശം കൊള്ളാനല്ല, ആർക്കെങ്കിലും വെടിവിധിത്താനല്ല, എവിടെയെങ്കിലും സ്ഫോടനം നടത്താനല്ല. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നവരായിരിക്കണം മുസ്ലിം. ഫലസ്തീനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠം, ഐക്യത്തോടുകൂടി മുസ്ലിങ്ങളുടെ പൊതുപ്രശ്നങ്ങളിൽ ഒന്നിച്ചു നീങ്ങുക. പരസ്പരമുള്ള സതുപദേശം നടത്തുന്നതോടുകൂടെ തന്നെ പൊതുപ്രശ്നങ്ങളിൽ മുസ്ലിങ്ങൾ ഒന്നിച്ചു നീങ്ങുക. കാരണം അവിടെയാണ് വിജയമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. നമ്മളും ഈ രൂപത്തിലാണ് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് കാലാകാലങ്ങളായിട്ട് മുസ്ലിങ്ങൾക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ രൂപത്തിലാണ്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായപ്പോൾ 3 രൂപത്തിലുള്ള ലൈൻ ഉണ്ടായിരുന്നു. ഒന്ന്, ദേശീയ പാർട്ടികളിൽ ചേരുക, കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുക. മറ്റൊരു വിഭാഗം മുസ്ലിങ്ങൾ പറഞ്ഞു പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞു. മറ്റൊരു വിഭാഗം പറഞ്ഞു അല്ല, മുസ്ലിങ്ങൾ തന്നെ ഒരു സംഘടനയുണ്ടാക്കി മുസ്ലിം ലീഗ് പോലെയുള്ള സംവിധാനത്തിൽ പ്രവർത്തിക്കുക. മറ്റൊരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തിലുള്ള ആളുകൾ പറഞ്ഞു ഇന്ത്യ രാജ്യം ദാറുൽ ഹർബാണ്, യുദ്ധം ചെയ്യേണ്ട രാജ്യമാണ്, അവിടെ നിൽക്കുന്നത് അമുസ്ലിങ്ങൾ കൂടെ നിൽക്കുന്നത് ദാറുൽ ഹർബിൽ നിൽക്കാൻ പാടില്ല, യുദ്ധരംഗത്തുള്ള രാജ്യത്ത് നിൽക്കാൻ പാടില്ല, അങ്ങ് പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ്. അവരും അവരുടെ നേതാവും പോയി. ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമി അനുകൂലിക്കുന്ന മുസ്ലിങ്ങൾ രാജ്യത്തെ ഭരണാധികാരത്തോടും സംവിധാനത്തോടും എതിർത്തുകൊണ്ട് നിന്നു. പക്ഷേ അന്നും പക്വമതികളായ മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞു ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്നും ഇന്ത്യ രാജ്യത്തെ പക്വമതികളായ നേതാക്കന്മാർ നമ്മോട് പറയുന്നത് അതാണ്. ആ ലൈനിലേക്കാണ് അന്ന് തെറ്റിപ്പോയവരും ഇന്ന് എത്തിപ്പെട്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഫലസ്തീൻ്റെ ചരിത്രം പറയുമ്പോൾ ന്യൂനപക്ഷങ്ങളായി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമുക്കും ആ ചരിത്രത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് 2ാമത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സച്ചാർ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ പറഞ്ഞു ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ ആദിവാസികളുടെ അവസ്ഥയിലും മോശമാണ്. ആ അവസ്ഥയെ നന്നാക്കുന്നവരല്ല ഇന്ന് നമ്മെ അഭിമുഖീകരിക്കുന്നത്. പക്ഷേ ഈ സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ലോകത്താകമാനം കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ പരലോകത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ
ആത്മാർത്ഥമായി ലോകത്തെ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അക്രമം തീരില്ല, ഇത് വീണ്ടും വീണ്ടും സജീവമായി കൊണ്ടിരിക്കും. കാരണം ഇത് ലോകത്തുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. നിങ്ങൾക്കറിയില്ലേ എന്തൊരു നന്ദികേടിൻ്റെ കാര്യങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിൽ ദിവസങ്ങളോളം റമദാനിൻ്റെ രാവുകളിൽ സ്വൈര്യമായിട്ട് നോമ്പ് പോലും നോൽക്കാൻ കഴിയാതെ ബോംബറുകൾ ഫലസ്തീനിൽ വർഷിച്ചു. ബഹുമാന്യനായ ഭരണാധികാരി അബ്ദുള്ള രാജാവിനെ പോലെയുള്ള ഭരണാധികാരികൾ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ചു. ബില്യൺ കണക്കിന് ഡോളർ ആ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു. ഇവിടുത്തെയുള്ള സക്കാത്തും അതേപോലെ തന്നെ സദക്കകളും ഫലസ്തീനിലേക്ക് ഒഴുകി. അള്ളാഹു അത് ചെയ്ത സഹോദരന്മാരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അന്നൊന്നും ആരും പ്രമേയം പാസാക്കിയില്ല. UN കൂടി പിരിഞ്ഞു എന്നല്ലാതെ ഒരു പ്രമേയവും പാസാക്കിയില്ല. പക്ഷേ ഇറാഖില് ഇസ്ലാമിൻ്റെ പേരിൽ വന്ന ചില ഭീകരന്മാർ വേണ്ടാത്തത് അപ്പോഴേക്കും ബോംബറുകൾ വന്നു. മുസ്ലിമിൻ്റെ രക്തത്തിന് ചുവപ്പല്ലേ കളറ്? മുസ്ലിം ഉമ്മമാർക്ക് അവർക്ക് വേദനയില്ലേ? ഈ രൂപത്തിലുള്ള അനീതിയാണ് മുസ്ലിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജൂതൻ്റെ ഒരു തന്ത്രമാണ്. തുടർച്ചയായി അനീതികൾ ചെയ്ത് നമ്മളെ തീവ്രവാദികളാക്കുക. ഒരു മനുഷ്യനെ തീവ്രവാദിയാലാക്കി എന്താവും? പിന്നെ അവനെ പോലീസ് വെടിവെച്ചോളും, പിന്നെ നമ്മൾ വെടിയേക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടോക്കോളാത്ത സഹയോനിയ സയനിസ്റ്റുകളുടെ പ്രോട്ടോക്കോൾ എന്നുള്ളതിൽ ഒരു സംഗതിയാണ് മുസ്ലിങ്ങൾ എന്താക്കുക? തീവ്രവാദിയാക്കുക. എങ്ങനെ തീവ്രവാദിയാക്കുക? തുടർച്ചയായിട്ട് അവരോട് അനീതി ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1992 ബാബരി മസ്ജിദ് ധ്വംസത്തിന് ശേഷം എത്ര കുട്ടികൾ ജയിലിൽ പോയി കിടക്കുന്നു. പക്വമതികളായ ഇന്ത്യ രാജ്യത്തെ നേതാക്കന്മാർ അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ സംഘം ചേരല്ലേ, നിങ്ങളിങ്ങനെ വെടിപൊട്ടിക്കല്ലേ, സ്ഫോടനം നടത്തല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ നേതാക്കന്മാരോട് നിങ്ങൾ ഷണ്ടന്മാരാണ്, ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ കുട്ടികളൊക്കെ ബാംഗ്ലൂരിലും അതേപോലെ തന്നെ ചെന്നൈയിലും ഡൽഹിയിലും അതേപോലെ തന്നെയുള്ള ഇന്ത്യ രാജ്യത്തെ ജയിലുകളിൽ കിടക്കുകയാണ്. കാരണം എന്താ? ഈ രൂപത്തിലുള്ള അനീതി ചെയ്ത് ആ ചെറുപ്പക്കാർക്ക് അപ്പം വികാരളകും. അങ്ങനെ അവനെ തീവ്രവാദിയാക്കും. ആര് വെടിവെക്കും? പട്ടാളം വെടിവെക്കും, പോലീസ് വെടിവെക്കും. അതുകൊണ്ട് പക്വമതികളായ നേതാക്കന്മാർ പറയുന്ന ലൈനുകളിലൂടെയാണ് ചെറുപ്പക്കാരെ, സഹോദരന്മാരെ നമ്മൾ നീങ്ങേണ്ടത്. ആവേശം ഒന്നിനും പരിഹാരമല്ല, അക്രമം മറ്റൊന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് മുസ്ലിം നേതൃത്വം, പക്വമതികളായ മുസ്ലിം നേതൃത്വം എന്ത് പറയുന്നോ കാലാകാലങ്ങളിൽ അതിൻ്റെ പിന്നാലെ നിൽക്കുക, അതിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് നമ്മൾ നടക്കുക. അപ്പോഴാണ് നമുക്ക് ഒരു രാജ്യത്ത് സമാധാനപരമായി ജീവിക്കാൻ കഴിയുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ലോകത്താകമാനം കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളെ അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.